നമസ്കാരം. ഇന്ന് ജൂലൈ 19. KSRTCയിലെ പെൻഷൻകാർക്ക് ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? പട്ടിണിക്കോലങ്ങളായി തെരുവിലും KSRTC ഭവനിലും ട്രഷറിയുടെ മുന്നിലുമൊക്കെ അവർ കാത്തിരിക്കുന്നുണ്ട്. ഒരായുസിൻ്റെ പാതിമുക്കാലും KSRTCക്ക് വേണ്ടി ജോലി ചെയ്ത ശേഷം വിശ്രമജീവിതത്തിലേക്ക് പോയവർ. പക്ഷേ പെൻഷൻ ആയതിനു ശേഷമാണ് വിശ്രമം എന്തെന്നറിയാതെ പോയത്. വകുപ്പിൽ നിന്ന് കിട്ടുന്ന ജീവനാംശമായ പെൻഷൻ കയ്യിലെത്താൻ സമരങ്ങളും സന്ധി ചെയ്യലും പാർട്ടി മാറലും കൊടിപിടിക്കലുമൊക്കെയായി തെരുവിൽ തന്നെ. ഇനി വിശ്രമം എന്നാൽ അന്ത്യവിശ്രമം മാത്രമേയുള്ളൂ എന്ന ഗതികേടിലായിരിക്കുകയാണ്. സർക്കാർ ജോലിയിലിരുന്ന് പെൻഷൻ പറ്റിയതുകൊണ്ട് ഇരക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വാർദ്ധക്യം തള്ളി നീക്കുന്നവരുടെ കാര്യം വളരെ ദയനീയമാണ്. 42,500-ലധികം പെൻഷൻകാരാണ് KSRTCയിലുള്ളത്. ഇവരുടെ പെൻഷന്റെ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. സർക്കാരിൻ്റെയും വകുപ്പിൻ്റെയും കള്ളക്കളികൾ കൂടി പുറത്തറിയേണ്ടതല്ലേ. 2021 ജൂലൈ 8-ന്, അതായത് ഈ മാസം 8-ന് പെൻഷൻ കൊടുത്തിരുന്നു. പക്ഷേ ആ പെൻഷൻ ജൂൺ മാസത്തെ പെൻഷനാണ്. ജൂലൈ മാസത്തെ പെൻഷൻ പെൻഡിംഗ് ആണ്. KSRTCയിലെ പെൻഷൻ പേയ്മെൻറ്റ് മുൻകൂറായാണ് നൽകുന്നത്. അത് ഓരോ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ നൽകും. എന്നാൽ ശമ്പളം അങ്ങനെയല്ല നൽകുന്നത്. 30 ദിവസം ജോലി ചെയ്തതിന് ശേഷം അതിൻ്റെ കണക്ക് നോക്കിയാണ് നൽകുക. ഇവിടെ 2021 ജൂൺ മാസത്തെ പെൻഷൻ ആ മാസത്തിൽ നൽകിയില്ല. അത് നൽകിയത് ജൂലൈ 8-നാണ്. ജൂലൈ മാസത്തെ പെൻഷൻ തുക കൊടുത്തിട്ടുമില്ല. പക്ഷേ KSRTCയിലെ പെൻഷൻ മുടങ്ങിയെന്ന വാർത്തകൾ പരക്കുന്നതോടെ ഏതു മാസത്തെ പെൻഷനാണ് മുടങ്ങിയത് എന്ന കാതലായ പ്രശ്നം പൂർണ്ണമായും വിവാദത്തിൽ മുങ്ങിപ്പോകും. ഇതിനിടയിലൂടെ സർക്കാരും KSRTCയും പ്രശ്നം പരിഹരിക്കാൻ ഒരു മാസത്തെ പെൻഷൻ നൽകും. അതോടെ വാർത്തകളും പ്രശ്നങ്ങളും കെട്ടടങ്ങും. ഇതാണ് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഓഗസ്റ്റിൽ വീണ്ടും പെൻഷൻ മുടങ്ങുമ്പോൾ വാർത്തയാകും. അപ്പോൾ ജൂലൈ മാസത്തിലെ പെൻഷൻ നൽകി പരിഹരിക്കുന്നതിനുള്ള ഇരിപ്പാണ് സർക്കാരിൻ്റേത്. ഒരുപാട് പേർ മരുന്ന് വാങ്ങാനും വാടക കൊടുക്കാനും ബുദ്ധിമുട്ടുന്നുണ്ട്. പെൻഷൻ തുക കണ്ടുകൊണ്ട് മാത്രം ഇവരെ നോക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇത്തരക്കാർക്ക് ആരോടും സഹായത്തിന് പണം കടം വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. 2016-ൽ LDF അധികാരത്തിൽ വന്നപ്പോൾ അന്ന് KSRTCയിൽ പെൻഷൻ നൽകുന്നതിൽ കോർപ്പറേഷൻ അലംഭാവം കാണിച്ചു. തുടർച്ചയായി 6 മാസം വരെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അന്ന് പെൻഷൻ ലഭിക്കാത്തതിൽ മനം നൊന്ത് 28 പേരാണ് ആത്മഹത്യ ചെയ്തത്. അന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ തുടർച്ചയായി സമരങ്ങൾ നടന്നു. മാധ്യമങ്ങളിൽ എന്നും വാർത്തകൾ നിറഞ്ഞു. ആ സമയത്ത് ഒരു കൂട്ടം ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. അന്ന് 11ഓളം കേസുകളാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വന്നത്. കോടതി ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നൊരു ഘട്ടമുണ്ടായി. കോർപ്പറേഷന് സാമ്പത്തികമില്ലാത്ത കാരണം പറഞ്ഞ് പെൻഷൻ നിഷേധിക്കാൻ കഴിയില്ലെന്ന് കോടതി ശക്തമായി അഭിപ്രായപ്പെട്ടു. കോർപ്പറേഷന് പണമില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചു. ഇതേ തുടർന്ന് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പെൻഷൻ മുടങ്ങാതെ നൽകുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി. അങ്ങനെ സഹകരണ സംഘങ്ങളുടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ചു. സർക്കാർ അവരിൽ നിന്ന് പണം വായ്പയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. ഇതിനായി ഒരു ഗവൺമെൻറ് ഓർഡറും അതിനൊപ്പം MOUവും കോടതിയിൽ ഹാജരാക്കി. അതായത് ആദ്യം ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് ഓർഡർ ഇറക്കിയ ശേഷം ധനകാര്യം, സഹകരണം, ട്രാൻസ്പോർട്ട് സെക്രട്ടറി എന്നിവർ സംയുക്തമായി ഇത് സംബന്ധിച്ചൊരു കരാറുണ്ടാക്കും. അതാണ് MOU. ഈ പണം കൃത്യമായി ഗവൺമെൻറ് 10% പലിശയ്ക്ക് എടുക്കുകയും അവർക്ക് തിരിച്ചടവ് നൽകുന്നുണ്ടെന്നും സൊസൈറ്റികൾക്ക് എഗ്രിമെൻ്റ് കൊടുക്കണം. അങ്ങനെ തീരുമാനിച്ച് ഈ 2 ഉത്തരവുകളും കോടതിയിൽ ഹാജരാക്കി. 2018-ലാണ് ഫെബ്രുവരി മുതൽ 6 മാസത്തെ കാലാവധി വെച്ച് ഈ ഉത്തരവും MOUവും സർക്കാർ ഇറക്കിയത്. അതുവരെ കുടിശ്ശിക ഉണ്ടായിരുന്ന മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാനും തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ മുടങ്ങാതെ നൽകാനും തീരുമാനമായി. 10% പലിശ നിരക്കിൽ സഹകരണ ട്രാൻസ്പോർട്ടിൽ നിന്ന് പണം വായ്പയായാണ് എടുത്തത്. കരാറിൻ്റെ കാലാവധിയായ 6 മാസം കഴിഞ്ഞപ്പോൾ പെൻഷൻ മുടങ്ങില്ലെന്ന് കോടതിയിൽ അഫിഡവിറ്റ് നൽകിയതിനാൽ ഗവൺമെൻറ് വീണ്ടും ഓർഡറും MOUവും ഇറക്കി. അങ്ങനെ കഴിഞ്ഞ 45 മാസമായി, അതായത് 3.5 വർഷവും 3 മാസവുമായി പെൻഷൻ മുടങ്ങാതെ ഈ സഹകരണ സംഘത്തിലൂടെ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെൻഷൻ മുടങ്ങിയാൽ കോടതി അലക്ഷ്യമാകുമെന്ന് സർക്കാരിനറിയാം. വായ്പ എടുക്കുന്ന ഈ തുക തിരികെ കൊടുക്കുന്നത് ബഡ്ജറ്റിൽ KSRTCക്ക് വേണ്ടി പ്ലാൻ ഫണ്ടിൽ 1000 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പെൻഷനും വായ്പാ തിരിച്ചടവും ശമ്പളവും ഈ തുകയിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നാണ് സർക്കാർ പെൻഷൻ തുകയും കൊടുക്കുന്നത്. 10 സംഘങ്ങളെ ചേർത്താണ് കൺസോർഷ്യം ഉണ്ടാക്കുന്നത്. മൊത്തം 65 കോടി രൂപയാണ് വേണ്ടത്.
3 കോടി രൂപ പലിശയും ചേർത്ത് 6 മാസം കഴിഞ്ഞ് തിരിച്ചടവ് വരൂ. അടുത്ത മാസം പെൻഷൻ തുക കണ്ടെത്താൻ വേറെ 10 കൺസോർഷ്യം അംഗങ്ങളെ ഉണ്ടാക്കി അവരിൽ നിന്നും വായ്പയെടുക്കും. അവർക്കും 6 മാസം കഴിഞ്ഞേ തിരിച്ചടവുള്ളൂ. അങ്ങനെ എടുക്കുന്ന അംഗങ്ങൾക്ക് ഓരോ 6 മാസത്തിലും 10% പലിശ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഫലത്തിൽ ഇത് സർക്കാരിന് വൻ നഷ്ടമാണ്. സർക്കാർ ഈ തുക നേരിട്ട് നൽകുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പലിശ ലാഭിക്കാനാകും. ഇത് സർക്കാർ ചെയ്യാത്തതിന് കാരണം ഇതുപോലെ മറ്റ് കോർപ്പറേഷനുകളും തങ്ങളെയും ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി എത്തുമെന്ന ഭയമുള്ളത് കൊണ്ടാണ്. 36 കോടിയോളം രൂപ പലിശ ഇനത്തിൽ ഒരു വർഷം സർക്കാർ കൺസോർഷ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പലിശയുടെ പേരിൽ സർക്കാരും കൺസോർഷ്യവും തമ്മിൽ തർക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയും പലിശ നൽകാൻ പറ്റില്ലെന്ന് കാട്ടി സർക്കാർ കഴിഞ്ഞ മാസം പലിശ മുടക്കുകയും ചെയ്തു. ഇതോടെ വായ്പ നൽകാൻ കൺസോർഷ്യവും മടിച്ചു. അങ്ങനെയാണ് ജൂൺ മാസത്തിലെ പെൻഷൻ മുടങ്ങിയത്. തുടർന്നുണ്ടായ പുകിലുകൾക്കൊടുവിൽ കഴിഞ്ഞ മാസത്തേക്ക് മാത്രമായി ഒരു ഗവൺമെന്റ് ഓർഡറും MOUയും ഇറക്കി വായ്പയെടുത്ത് പെൻഷൻ നൽകി തടി തപ്പുകയായിരുന്നു. ജൂലൈ മാസത്തെ പെൻഷൻ നൽകാൻ സർക്കാർ ഓർഡറുമില്ല, MOUയുമില്ല. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായ കഥ പോലെ KSRTC പെൻഷൻ വീണ്ടും മുടങ്ങും. ആത്മഹത്യകളുടെ കാലം വിളിച്ചു വരുത്തുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്.